ഹലോ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 4-5 ചോദ്യങ്ങൾ എഴുതിയെടുത്ത് അതിന്റെ ഉത്തരങ്ങൾ നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ Q&A സെഷൻ അങ്ങനെയൊന്നുമല്ല. കുറച്ച് ചോദ്യങ്ങൾ, അതിന് വളരെ കൃത്യമായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളോട് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും സമയം കളയേണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യൂട്യൂബില് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മുഖം കാണാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു മൊത്തത്തിലുള്ള അറ്റയർ കാണാനായിട്ട് ഭയങ്കര പ്ലസന്റ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, നല്ലൊരു പ്രകാശഭരിതാണ് മുഖം എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് അതുപോലെയൊക്കെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിരന്തരം വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. മാക്സിമം സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലാണ് ഞാൻ എൻ്റെ മൊബൈൽ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഈ ക്യാമറ മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്ന ഒരു ജനാലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലാണ് ഈ ഒരു ക്യാമറ ഈ മൊബൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശം മുഖത്തോട്ട് അടിക്കുമ്പോൾ നമ്മുടെ മുഖം നല്ലൊരു മൊത്തത്തിൽ പ്ലസന്റ് ആയിട്ട് തോന്നും. അപ്പൊ അതാണ് അതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു ഫോണാണ്, സാധാരണയായിട്ടുള്ള ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ മാക്സിമം വെളിച്ചം കിട്ടുന്ന തരത്തിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. അതിലാണ് ഈ കാര്യം ഇരിക്കുന്നത്. അപ്പൊ അതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇതിപ്പോ എന്നെ ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. എനിവേ ഞാനിതൊരു പോസിറ്റീവ് നോട്ടിലാണ് ഈ ചോദ്യം കാണുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറയുന്നത്, ആദ്യത്തെ കാര്യം, ഞാൻ എണീറ്റ ഉടനെ തന്നെ നന്നായിട്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച്, എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, ആ ബ്രാൻഡിലുള്ള ആ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കും. അങ്ങനെ വൈകുന്നേരം ചെയ്യും. അത് കൂടാതെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു സമയത്തും 3 തവണ ദിവസത്തിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പുറത്തേക്ക് ജോലിക്കൊക്കെ വേണ്ടി പോകുന്ന ആളുകളാണ്. അപ്പൊ ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് സണ്ണിന്റെ ആ ഒരു പ്രകാശരശ്മികൾ നമ്മുടെ മുഖത്തേക്ക് കൊള്ളുന്നുണ്ട്. അപ്പോൾ പുറത്തു പോകുന്നതിന് മുൻപ്, ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കും. അപ്പൊ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഞാൻ പുറത്തേക്ക് പോവാറുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാറ്. ഫേസ് വാഷ് ഉപയോഗിക്കും, അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കും. ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ തലമുടിയിലൊന്നും ഒരുപാട് അങ്ങനെ കെമിക്കൽസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല. തലയിൽ ഓൺലി ഷാംപൂ യൂസ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിനും ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകളാവുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കമന്റ്സിന്റെ കൂടെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സും വരും തീർച്ചയായിട്ടും. ഞാൻ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ഒന്നും അമിതമായിട്ട് കാണുകയോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളെ അല്ല. ഇതില് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എൻ്റെ വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ചിട്ട്, എത്ര ഏജായി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഏജ് അല്ലെങ്കിൽ വയസ്സ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണ് ഞാൻ എൻ്റെ വയസ്സ് നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് എന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ വയസ്സ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നേ ഇല്ല. ചിലർക്ക് എനിക്ക് 30 വയസ്സ് പറയുന്ന ആളുകളുണ്ട്, ചിലർ 25 വയസ്സ്, ചിലർ 40 വയസ്സ്, ചിലർ 35 വയസ്സ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്, ചിലർ 50 വയസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വയസ്സ് എന്നെ കുറിച്ച് വിചാരിച്ചോളൂ. എനിക്ക് അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്തായാലും ഞാൻ എൻ്റെ എക്സാക്ട് വയസ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വയസ്സിൽ ഒരു കാര്യം ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു ചോദ്യം വരുന്നത്, ഞാനിപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ അടുത്ത് ഒരു ആട്ടിൻകുട്ടിയായിട്ടുള്ള ഒരു റീൽ ചെയ്തിരുന്നു. പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നുണ്ടായിരിക്കും എനിക്ക് ഒരുപാട് പെറ്റ്സ് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ നാട്ടില് പൊതുവായിട്ടുള്ള ഒരു ധാരണ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡോഗ്സ് എന്ന് മാത്രമാണ്. പക്ഷെ എൻ്റെ വീട്ടില് ഞാൻ ജനിച്ച അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന ആ നാളുകൾ മുതൽ എൻ്റെ വീട്ടില് പെറ്റ്സ് ഉണ്ട്. പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടില്
ആടുണ്ട്, പിന്നെ മുയലുകളുണ്ട്, കോഴിയുണ്ട്, പിന്നെ മീനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ പെറ്റ്സ് ആയിട്ട് ഉള്ളത്. അപ്പൊ എനിക്ക് ഓർമ്മ വെക്കുന്ന ആ കാലം മുതലേ എൻ്റെ വീട്ടിൽ ഒരുപാട് ആടുകളുണ്ട്. ഇപ്പോഴും അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാനൊരു കർഷകനാണ്, നെൽകൃഷിന്റെ അതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കർഷകനായിട്ട് ജീവിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും ഞാൻ ഒരുപാട് അതിലൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരാളാണ് ഞാൻ. സോ പെറ്റ്സിന്റെ കൂടെ വീഡിയോ ചെയ്യുമോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. എൻ്റെ ആടുകളും മൊയിലുകളും അവരുടെ റുട്ടീൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, ശ്രമിക്കാം. ഞാൻ ബേസിക്കലി ഒരു മടിയനായതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. പിന്നെ വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേട്ടനെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ വീഡിയോയില് ഭയങ്കര എന്താ പറയുക ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് തോന്നുന്നു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ച് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് നേരിട്ട് കാണുമ്പോൾ. അതിന് എന്തുത്തരം പറയണം എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ക്യാരക്ടർ, ശരിയായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഇതുവരെയുള്ള എന്നെ കുറിച്ചുള്ള ഒരു അനാലിസിസ്. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ആയിരിക്കും മാക്സിമം വീഡിയോ ഉണ്ടാവുക. അതിൽ നമ്മൾ ചിരിച്ച് നമ്മുടെ ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു ഫോട്ടോ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഫോട്ടോസ് ആയിരിക്കും, ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിരിക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെയാണ് വീഡിയോയിലും നമ്മൾ ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും വീഡിയോ ചെയ്യുക. അപ്പൊ അത് നല്ല ചിരിച്ച് കളിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് എപ്പോഴും ചിരിച്ച് ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ യഥാർത്ഥ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കുറച്ച് സീരിയസ് ഒക്കെയാണ്. ഞാൻ എന്നെ തന്നെ അനാലിസിസ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അത് എൻ്റെ ബേസിക് ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്കത് മാറ്റാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഞാൻ ജനിച്ച് വളർന്നതേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ്, അതുകൊണ്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും സമാധാനമായി എന്ന് വിചാരിക്കുന്നു. എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ തരുന്നതായിരിക്കില്ല. എനിക്ക് എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അത് മാത്രമാണ് ഞാൻ ഇതിലൂടെ വന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിനും ആ ഒരു എന്താ പറയുക സ്നേഹത്തിനും ഒക്കെ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.